ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുതിയൊരു ഐറ്റമായിട്ടാണ് വരുന്നത്. വേറൊന്നുമല്ല, ഇതും ഒരു ടേസ്റ്റി പിക്കിൾ തന്നെയാണ്. ഇത് നിങ്ങൾ പലരും കഴിച്ചു കാണും, പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചു കാണത്തില്ല. ഇത് രണ്ടൊരു മെയിൻ ഐറ്റങ്ങൾ ചേർക്കുമ്പോൾ ഒരു അച്ചാറാണ് ഇത്. ആ ഒരു കോമ്പിനേഷൻ അങ്ങോട്ട് കൂടുമ്പം അതിൻ്റെ ഒരു രുചിയുണ്ടല്ലോ, അത് ഒരു അപാര രുചിയാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, മാക്സിമം ആരും തന്നെ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇതിൻ്റെ ആദ്യത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ അടമാങ്ങയാണ്. ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഒരു ദിവസം അല്ല 2 ദിവസമൊക്കെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് തന്നെ കണ്ടോ, നമുക്കിത് കണ്ടോ, വളരെ വളരെ സോഫ്റ്റായി. ഇത് കണ്ടോ, ഇപ്പം തന്നെ ഞാൻ ഞെക്കുമ്പോൾ തന്നെ സോഫ്റ്റായി. അങ്ങനെ ഇത് അടമാങ്ങ നമ്മൾ വീട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്ന അടമാങ്ങയാണ്. ഞാൻ ഒരു തവണ കഴുകി കളഞ്ഞു, കാരണം നല്ല ഉപ്പായിരിക്കുമല്ലോ. അപ്പോൾ ആ കഴുകി കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കറിയിൽ എനിക്കിപ്പോൾ ഉപ്പിടേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ആവശ്യത്തിന് ഉപ്പ് ഒരു തവണ കഴുകി കളഞ്ഞെങ്കിൽ പോലും ഈ വെള്ളത്തിനും ഇതിനും ഉണ്ട്. കാരണം ഈ വെള്ളത്തിൻ്റെയൊക്കെ നിറം കണ്ടോ, അതേ ഒരുതരം നല്ല ഒരു റെഡ് കളറിലേക്കുള്ള വെള്ളമാണിത്. നല്ല ബ്രൗൺ റെഡ് ഒരു കളറിലുള്ള വെള്ളമാണിത്. അപ്പം ഇതിങ്ങനെ കിടന്ന് ഒരു ദിവസം ഫുള്ളിങ്ങനെ അലിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ്, ഈ മാങ്ങയ്ക്കൊപ്പം ഞാൻ വേറൊരു മെയിൻ ഐറ്റം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം വഴിയെ. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി ഞാൻ എടുത്തു. ഇതിനകത്ത് കിടക്കുന്ന ഈ വെളുത്തുള്ളിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് വെളുത്തുള്ളി അത്യാവശ്യം ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ ഇത് ഞാൻ 2-3 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2-3 കറിവേപ്പിലയൊക്കെ ആവശ്യത്തിനുള്ളവർക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ നമ്മളിനി അടുത്തത് കൂട്ട് ചേർക്കുമ്പം കാണിച്ചു തരാം. അങ്ങനെ നമ്മളിപ്പം ഞാനിതേണ്ട നമ്മുടെ പാത്രം ചൂടാക്കി, നമ്മുടെ ഇരുമ്പ് പാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂടാക്കി അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്, നല്ല രീതിയിൽ ചൂടായി. ഞാനിത് ഇപ്പോൾ കുറച്ച് കടുക് ഇടുന്നു. ഒരു 1/4 സ്പൂണോളം കടുക് ഇട്ടു. പെട്ടെന്ന് തന്നെ പൊട്ടി. ഒരു 1/4 സ്പൂണോളം ഉലുവ ഇട്ടു. അതിനൊപ്പം തന്നെ ഉലുവ നല്ല രീതിയിൽ ബ്രൗൺ ആയി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇടുന്നു. 3 ഐറ്റംസ് ആണ് ചേർക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് എണ്ണ ചൂടായിരുന്നു. ഞാൻ 3 ചേർത്തു. ഇപ്പോൾ എണ്ണ നല്ല രീതിയിൽ എൻ്റെ ചൂടായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ചൂടായ എണ്ണയിലേക്ക് പൊടികളിട്ടാൽ ശരിക്കും അത് കരിഞ്ഞു പോകും. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിന്ന് ഒരു 2 പീസും കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണേ. ഉണ്ടോ, ഇപ്പോൾ അത്യാവശ്യം വെള്ളം ചേർന്നു. ഇതിലേക്ക് ഞാൻ നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട്. ഞാൻ ശരിക്കും 1 ടീസ്പൂണോളം തന്നെ മുളക് പൊടി ഇട്ടു. 1 ടീസ്പൂണല്ല, ഒരു 1.5 ടീസ്പൂണോളം തന്നെ മുളക് ഇടുന്നുണ്ട്. മുളക് പൊടി ഇട്ടു. കണ്ടോ, ഇങ്ങനെ ചേർക്കുമ്പോൾ ശരിക്കും നമ്മുടെ പൊടി കരിയുന്നില്ല, എന്നാൽ പതുക്കെ ആ വെള്ളം പറ്റുന്നൊപ്പം തന്നെ പൊടി മൂക്കുന്നുമുണ്ട്. ഇതൊരു ഐഡിയ ആണ്, നമ്മുടെ ഒരു ചെറിയൊരു ടിപ്പാണ്. പിന്നെ ഇതിനൊപ്പം അടുത്ത് ചെയ്യേണ്ടത്, നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇടണ്ടേ. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിലേക്കുള്ളത് നമ്മളിനി കായപ്പൊടിയാണ് ചേർക്കുന്നത്. കായപ്പൊടി ശരിക്കും ഒന്ന് മുളകിൽ കിടന്നൊന്ന് മൂക്കണം. ഒരു 1/4 ടീസ്പൂണ് മേലെ കായപ്പൊടി ഇട്ടു. നമ്മൾ അച്ചാറിനൊക്കെ ഇല്ല, ഇപ്പം തന്നെ നല്ല അച്ചാറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ഉടനെ തന്നെ ഇപ്പം ഒരു ഇത് മൂത്തു, നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ മൂത്തു, പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. ഇപ്പം ഞാനിനി അടുത്ത് തന്നെ ഉടനെ തന്നെ ഇതെല്ലാം ചേർക്കുകയാണേ. ഇത് ചേർത്തു. ഇപ്പം അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ ഇട്ട് വെച്ച വെള്ളമല്ലേ, ആ വെള്ളം ഉൾപ്പെടെ ഞാനങ്ങ് ചേർത്തു. എന്നിട്ട് ഞാനൊരു 2 മിനിറ്റ് ഇന്ന് അടച്ചു വെക്കുകയാണ്, ഒന്ന് വേവാൻ. ഇതൊന്ന് വെന്ത് ഒരു ഇച്ചിരി ഒന്ന് മയം വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഇത് ഞാൻ വേവാൻ വെക്കണം. കേട്ടോ, അതിൻ്റെ കളർ കണ്ടോ അച്ചാറിൻ്റെ. അപ്പോൾ ഇത് വേവട്ടെ കേട്ടോ. ഇത് ഞാൻ നമ്മുടെ അടുത്ത താരത്തെ പരിചയപ്പെടുത്തുവാണേ. ഇത് നമ്മുടെ കൊണ്ടാട്ടമുളകാണ് കേട്ടോ. നമ്മുടെ കൊണ്ടാട്ടമുളക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടാട്ടമുളകാണ്. ഇത് ഞാൻ ഇങ്ങനെ പിശുകി 5-6 എണ്ണം വെച്ചിട്ട് ഞാൻ ഈ അച്ചാർ ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു കളറിലാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ വറുത്ത് ഇതിനെ ഈ ഒരു കളറിലാക്കി എടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ചേർക്കുന്നത്. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് 2 ആക്കി മുറിക്കുക, അത്ര മതി. കാരണം നമുക്ക് ഈ മുളകും ഒന്ന് ആ ചാറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആ അച്ചാറിലേക്ക് ഇറങ്ങുവാൻ വേണം. അതുകൊണ്ട് ഇതിനെ 2 ഒന്ന് ചെറുതായിട്ട് മുറിക്കുക. ഇങ്ങനെ ഒന്ന് മയത്തിൽ പിടിച്ച് മുറിക്കുക, അല്ല പൊടിഞ്ഞു പോകും. ശരിക്കും ക്രിസ്പി അല്ലേ ഇത് ഭയങ്കര, അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇതായിട്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെ വളരെ മയത്തിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇതിനെ 2 ആക്കി എടുക്കുക. ഈ സമയത്ത് നമ്മുടെ മാങ്ങ ഇരുന്ന് അവിടെ വെന്തോളും. മാങ്ങ ഇരുന്ന് അവിടെ വേകുന്നുണ്ട്. ഞാനിത് ഡയറക്റ്റ് ഇപ്പം തന്നെ ചേർക്കുകയാണ്. ശരിക്കും മറക്കാതെ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇത് വറക്കണം കേട്ടോ. ഇത് വറക്കാതെ ഒരിക്കലും ചേർക്കരുത്. വറുത്തതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വറക്കുമ്പോഴാണ് ഇതിങ്ങനെ ക്രിസ്പിനെസ് ആയിട്ട് വരുന്നത് കേട്ടോ.
അപ്പോൾ കണ്ടോ നമ്മുടെ അച്ചാർ ഇങ്ങനെ കാണും തിളക്കുകയാണേ. ഈ ഒരു സമയത്ത് ഞാൻ നമ്മുടെ ഇത് വെന്തു, ഓൾമോസ്റ്റ് ഇത് വെന്തു. ഇത് പെട്ടെന്ന് തന്നെ വേവും, അടമാങ്ങ അത് പെട്ടെന്ന് തന്നെ വേവുന്നതാണേ. കാരണം നമ്മൾ ഓൾറെഡി ഒരു ദിവസം വെള്ളത്തിൽ ഇട്ടാണല്ലോ, ഇത് നല്ല മയമായി. ഇപ്പോൾ കറക്റ്റ് പാകമാണ്. അങ്ങനെ തന്നെ ഞാൻ ഇതുകൊണ്ട് ഇത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കൊണ്ടാട്ടമുളകിനെ അങ്ങ് ചേർക്കുകയാണ് ഇതിലേക്ക്. ഇത് ശരിക്കും നല്ല എരിവൊക്കെ ഉള്ളൊരു അച്ചാർ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ എരിവൊക്കെ ആവശ്യമുള്ളവർക്ക്, അതായത് നല്ല മുളകൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഇത് ചേർക്കാവുന്നതാണ് കൊണ്ടാട്ടമുളക്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെയും ഇത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിശുക്കി ഉപയോഗിക്കുന്നതാണ്. വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു 6-7 പീസ് ചേർത്തു. നിങ്ങൾക്കൊരു 8-10 പീസൊക്കെ സുഖമായിട്ട് ചേർക്കാം ഇതിൻ്റെ കൂടെ, ഇത്ര അച്ചാറിന്. പിന്നെ ഇതിനകത്തേക്ക് മെയിൻ ചേർക്കേണ്ട ഒരു ഐറ്റം നമ്മുടെ വിനാഗിരിയാണ്. ഇതിപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും, ഒരു കേടും വരത്തില്ല. ഞാനിപ്പോൾ വെള്ളത്തിൽ ഇന്നലെ ഇട്ട് വെച്ചുകൊണ്ടൊന്നും അതൊന്നും അച്ചാറിൻ്റെ ഒരു ക്വാളിറ്റീനെ ബാധിക്കത്തേയില്ല. അങ്ങനെ ഞാൻ അല്പം വിനാഗിരി ചേർത്തു. വിനാഗിരി നമ്മൾ ആപ്പിൾ സിററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് ചേർത്തു, നന്നായിട്ടൊന്ന് തിളച്ചട്ടെ. അപ്പോൾ ഇതിനെ എല്ലാത്തിനും ഒന്ന് പിടിക്കും. ചെറിയ തീയിൽ വെച്ച് ഞാനിത് ഓഫ് ചെയ്യുകയാണ് തീ. ഇവിടെ ഒരു ചെറിയ തീയുണ്ട് ഇതിൽ. അപ്പോൾ ഇത് പതുക്കെ ഇതിൽ പിടിച്ചോളും. ഇനി അത്യാവശ്യം ഉപ്പ് നോക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി തന്നെ നല്ല ഉപ്പുണ്ടായിരുന്നു. പിന്നെ കൊണ്ടാട്ടമുളക് ഞാനൊന്ന് കഴുകിയിട്ടാണ് വറുത്തത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ മേടിക്കുന്ന ഒരു കൊണ്ടാട്ടമുളകായിരുന്നു അത്. വീട്ടിലൊക്കെ ഉണ്ടാക്കിയവർക്കാണെങ്കിൽ ഒരു മീഡിയം ലെവലിലൊക്കെ ഉപ്പിട്ട് വറുത്തൊക്കെ ഉണക്കിയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. തൈരുമുളകും ചേർക്കാം കേട്ടോ, ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും തൈരുമുളക് ചേർത്താലും. പിന്നെ വളരെ നല്ലൊരു റെസിപ്പിയാണ്. കഞ്ഞിയുടെ കൂട്ടത്തിൽ നല്ലതാണ്, ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ. അപ്പം നിങ്ങളുടെ അച്ചാർ നിങ്ങൾ കണ്ടല്ലോ, ഇത് കണ്ടോ, ഒരുവിധം എന്നാൽ ഒരു കുഴഞ്ഞ പരുവാണ്. എന്നാൽ എല്ലാ ഇച്ചിരി പീസൊക്കെ ഇച്ചിരി വിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വിളമ്പുമ്പോൾ ശരിക്കും ഒരു കൊണ്ടാട്ടത്തിൻ്റെ ഒരു പീസും ഒരു ഇച്ചിരി അച്ചാറും കൂടെ ഒക്കെ എടുത്ത് വിളമ്പാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം, എല്ലാവരും തന്നെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ കുഞ്ഞിത് കഴിക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ ഒരു പീസോടെ എടുക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങളും കഴിച്ചു നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം. വളരെ നല്ലൊരു അച്ചാറാണ്, ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും ഭയങ്കര ടേസ്റ്റിയാണ്. അടമാങ്ങനെ അങ്ങ് മാറ്റി മറിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പം ശരി, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും പുതിയ ഐറ്റംസുമായിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ശരി, എന്നാൽ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ.